ECG നമ്മൾ ST എലിവേഷൻ കാണുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത്? അത് സ്റ്റെമി ആണെന്ന്. ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെന്ന്. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. സ്റ്റെമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇതിൻ്റെ കേസിൽ കൊറോണറി ആർട്ടറിയിൽ അക്യൂട്ട് കൊറോണറി ഒക്ലൂഷൻ ഉണ്ടാവും. ആ ടൈമിൽ ഇനഫായിട്ടുള്ള ബ്ലഡ് നമ്മുടെ കൊറോണറി ആർട്ടറി വഴി മയോകാർഡിൽ എത്തില്ല. അപ്പോൾ മയോകാർഡിയൽ ഇഞ്ചുറി ഉണ്ടാവാം. സ്റ്റെമിയുടെ ECG ഫീച്ചർ എന്ന് പറയുന്നത് ST എലിവേഷൻ കാണപ്പെടും ലീഡിൽ. 2 or more അഡ്ജസൻ്റ് ആയിട്ടുള്ള ലീഡിലാണ് ST എലിവേഷൻ കാണുന്നത്. ഇത് ഏത് ലീഡിലാണ് കാണുന്നത് ഉള്ളത് ഇതിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലാറ്ററൽ, പിന്നെ ഇൻഫീരിയർ, അങ്ങനെയൊക്കെ MA ഇല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ലീഡിൽ കാണുന്നു എന്നുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മയോകാർഡിയൽ ഇഞ്ചുറി ഉള്ളത് കൊണ്ട് ട്രോപ്പോണിൻ എപ്പോഴും എലിവേറ്റഡ് ആയിരിക്കും. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം നോക്കാം സ്റ്റെമിയുടെ. എന്താണ് മാനേജ്മെൻ്റ് എന്ന്? മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യൽ ഫസ്റ്റ് 12 ലീഡ് ECG ഒബ്റ്റെയിൻ ചെയ്യുക, വൈറ്റൽ സെൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുക, കാർഡിയക് മോണിറ്റർ ഒക്കെ കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ചെസ്റ്റ് പെയിനും ഹീമോഡൈനാമിക് സ്റ്റാറ്റസും മോണിറ്റർ ചെയ്യും. ECGയിൽ സ്റ്റെമിയ കാണിക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റെമി അല്ലെങ്കിൽ PCI പാത്വേ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൈമറി PCI ആണ്, അർജൻറ്റ് റീപെർഫ്യൂഷൻ. ഈ PCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർക്യൂട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ. ഇതിലെന്താ ചെയ്യുന്നത്? ഈ PCIയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാത്ത് ലാബിൽ കൊറോണറി ആൻജിയോഗ്രാഫി നടത്തി ബ്ലോക്ക്ഡ് ആർട്ടറി തുറന്ന് ആവശ്യമായിട്ടുള്ള സ്റ്റെൻറ്റ് ഇടും. ടൈംലി PCI സാധ്യമല്ലാത്ത സെലക്റ്റഡ് സ്റ്റെമി പേഷ്യൻസിന് കോൺട്രാഇൻഡിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫൈബ്രോണോലൈസിസ് ചെയ്യാം. ഇതൊരു വൺ ഓഫ് ദ ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റെമിയുടെ. ഈ ഫൈബ്രോണോലൈസിസിൽ ത്രോംബോലൈറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുത്തിട്ട് ഈ ക്ലോട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. അതിനു മുമ്പ് നമ്മൾ കോൺട്രാഇൻഡിക്കേഷൻ ഒന്നും ഇല്ല എന്ന്, ബ്ലീഡിങ് ഡിസോർഡർ ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യണം. ACS പേഷ്യൻ്റാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റൊട്ടീൻ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. പേഷ്യൻ്റ് എന്തെങ്കിലും ഹൈപ്പോക്സിമിയോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്സിജൻ കൊടുത്താൽ മതി. സ്റ്റെമി എന്താണെന്ന് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഒരു ന്യൂമോണിക്സ് പറയട്ടെ. S എന്ന് പറഞ്ഞാൽ ST എലിവേഷൻ, T എന്ന് പറഞ്ഞാൽ ട്രോപ്പോൺ എലിവേറ്റഡ്, E എമർജൻസി, M മയോകാർഡിയൽ ഇൻഫാക്ഷൻ, I ഇമ്മീഡിയറ്റ് റീപെർഫ്യൂഷൻ. അപ്പോൾ ഇതാണ് സ്റ്റെമി. സ്റ്റെമി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.